നമ്മൾ ഇനി പത്മാകറിൻ്റെതാണ് പഠിക്കാൻ പോകുന്നത്. ബിഹാരിയുടെ ദോഹ നമ്മൾ പഠിച്ചു, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് പത്മാകർ ആണ്. പത്മാകറിന്റെ ദോഹ നോക്കണം. ഏകൈ സംഗ് ധായേ നന്ദലാൽ ഔ ഗുലാൽ ദോവു दुगनी गए जो भरी आनंद मठे नहीं धोई धोई हारी पद्माहर तिहारी सौ अब तव उपाय एक चित्त मयम चढ़े नहीं कैसी करो कहाम जाऊं कासे कहूं कौन सुनई कोवु तो निकासो जासे दर्द बेड़े नहीं एरी मेरी बीर जैसे तैसे इन आखिन तव तयम कडिगो अबीर पाई अहिर तो कठे नहीं. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, നമുക്ക് കുറച്ചു നേരത്തത് എന്താണ് ബിഹാരിയുടേത് പിന്നെയും എന്തെങ്കിലുമൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാവുമായിരുന്നു അല്ലേ? ഇത് അത്രത്തോളം കിട്ടുന്നില്ല. നോക്കിയേ, എന്താണ് ഇതിനകത്ത് പ്രസ്തുത കവിത്വമേയും പത്മാകറിനെയും ഭാഗ് മീൻസ് ഹോളി. നമുക്ക് അറിയാവുന്ന ഒരു ത്യോഹാറാണ് എന്ത് ഹോളി എന്ന് പറയുന്നത്. ബെഡാ ഹൃദയസ്പർശി ചിത്രൻ അങ്കിത് കിയാ ഹേ. ഹോളി എന്ന് പറയുന്ന ത്യോഹാറിന്റെ ഹൃദയസ്പർശിയായ ഒരു ചിത്രണമാണ് ഇവിടെ പത്മാകർ നടത്തിയിരിക്കുന്നത്. അതാ നിങ്ങൾക്ക് ഇവിടെ ഹോളി ആഘോഷിക്കുന്ന ഗോപികമാരുടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ടല്ലേ. നോക്കിയേ, എന്താണ് അതിന്റെ വ്യാഖ്യ എന്ന്. ഉത്സാഹ ഉമംഗ് കാ ത്യോഹാർ വസന്ത സെ ജുഡാ ഹെ ജിസെ ആപ് ഭി ഖൂബ് ജാനത്തെ ഹെ. എന്താണ്? ഉത്സാഹവും ആവേശവും ഒക്കെ നിറഞ്ഞ ത്യോഹാറാണ് ഏത്? ഹോളി. വസന്തകാലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉത്സവം. ജിസെ ആപ് ഭി ഖൂബ് ജാനത്തെ ഹെ. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലേക്കൊന്നും ഹോളിക്ക് അത്ര മഹത്വമില്ലെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ഹോളിക്ക് വളരെയധികം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. ഉസേ കഹത്തെ ഹേ ഹോളി. ആ ഒരു ഉത്സവമാണ് എന്ത് ഹോളി എന്ന് പറയുന്നത്. ഇസിക ദൂസര നാം ഹേ ഭാഗ്. അതായത് ഹോളിയുടെ മറ്റൊരു പേരാണ് എന്ത് ഭാഗ് എന്ന് പറയുന്നത്. വൈസേ ഭാഗ് ഉൻ ലോകഗീതോं को भी कहते हैं जो होली में गाए जाते हैं. ഭാഗിനെ എന്തെന്ന് വേറൊരു പേരിൽ കൂടെ കണക്കാക്കാം. എന്താണ്? ഈ ഹോളി സമയത്ത് അവർ പാടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ആ പാട്ടുകളെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഭാഗ് എന്നാണ് പറയുന്നത്. ജോ ഹോളിമേം ഗായ ജാത്തെ ഹെ. എന്താണ്? ഹോളി സമയത്ത് നമ്മൾ ആലപിക്കുന്ന ഗാനം. आइए देखें पद्मागर भाग का चित्रण किस प्रकार कर रहे हैं. पहले संपूर्ण कवित्व को एक दो बार पढ़कर स्वयं समझने का प्रयास कीजिए. പത്മാകർ എങ്ങനെയാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ. कवि की कल्पना को कुछ गहराई से समझें. पूरा कवित्व एक गोपिका का कथन है. ഈ കവിത എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗോപികയുടെ പറച്ചിലാണ്. ഒരു ഗോപിക പറയുന്ന കാര്യങ്ങളാണ് പത്മാകർ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു ഗോപിക പറയുന്ന കാര്യങ്ങളെയാണ് പത്മാകർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പത്മാകറിന്റെ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. ഹോളിയുടെ പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്തെന്നാ പത്മാകർ പറയുന്നത്. ഉസ്കി പരേശാനി ക്യാ ഹേ. എന്താണ് ആ ഗോപികയുടെ പരേശാനി, ബുദ്ധിമുട്ട് എന്താണ്? ഇസെ സമझने के लिए होली के एक रिवाज को याद कीजिए. അതിനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഹോളിയുടെ ഒരു രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ. എന്താണ് ഹോളി? നമുക്കറിയാം പലതരത്തിലുള്ള വർണ്ണങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി വിതറുകയും പാടുകയും എന്താണ് ഒക്കെയാണ് നമ്മളുടെ കാഴ്ചപ്പാടിൽ. അതാണല്ലേ ഇവിടെ നോക്കിക്കേ. അബീർ ഗുലാൽ ഹവാമേ ഉഠാനെ ഉഛാലിനെ. അബീറും ഗുലാൽ പുതിയ പലതരത്തിലുള്ള വർണ്ണങ്ങളാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നു? ഹവ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുന്നു അല്ലെ. യഹ ഉഡ്ത ഗുലാൽ ഗോപികാക്കി ആഖേമേം ഹി ചലാഗയ. അങ്ങനെ എന്താണ് പറക്കുന്നതിനിടയിൽ ഇങ്ങനെ ഉയർത്തി എറിയുന്നതിനിടയിൽ എന്ത് ചെയ്യുന്നു? ഗോപികയുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നു? അത് വീഴുന്നു. ഉസ്കെ സാത്ത് നന്ദലാൽ ഫി ആഖ്മേം ബസ് ഗേ ഹെ. അതെന്നാ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആ ഗോപികയുടെ കണ്ണുകളിൽ ആരുമുണ്ട്? നന്ദലാൽ. ആരാണ് നന്ദലാൽ? ശ്രീകൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനും ആ ഗോപികയുടെ കണ്ണുകളിൽ താമസിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? അത്രത്തോളം അഗാധമായ സ്നേഹമാണ് കണ്ണനോട് അവർക്ക് ഉള്ളത്. അവരുടെ കണ്ണുകളിൽ പോലും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് അർത്ഥം. സോച്ചിയെ സമസ്യ ക്യാ ഹേ. കേവൽ ഗുലാൽ ആँखों में पड़ जाए तो उसे निकालने का क्या उपाय हो सकता था. गोपी आंखें धो धोकर हार गई है. उसे सफलता नहीं मिल पा रही. ऐसा क्यों? उसे क्या चटपटाहट के कहां से कहूं कौन सुने मैं क्या व्यथा छिपी है. क्या गोपी की बात विश्वसनीय लगती है. എന്താ പറയുന്നത്? ഒരുപാട് ശ്രമിച്ചു, കണ്ണ് കഴുകി അത് കളയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എന്ത് പോകുന്നുണ്ടടാ? നമ്മുടെ ആ പൊടിയുടെ ഇത് പോകുന്നുണ്ട്. പക്ഷെ ആ കണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ ആ ഒരു രൂപം എത്ര കഴുകിയിട്ടും പോകുന്നില്ല. അവര് പറയുകയാണ്, ഞാൻ ആരോട് പറയും, ആര് കേൾക്കും, ആര് വിശ്വസിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. नंदलाल की आंखों में बस जाने का दर्द दूर करने के लिए वह क्या नहीं समझा पा रही है.
അബീർ തോ ജൈസെ തൈസെ നിക്കൽ ഗയ പർ അഹീർ നഹീം. ഇവിടെ അബീർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ നിറത്തെയാണ്. എന്നാൽ അഹീർ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനെയാണ്. അബീർ എന്ത് ചെയ്തു? കഴുകിയപ്പോൾ പോയി. പക്ഷെ എന്ത് പോകുന്നില്ല? അഹീർ പോകുന്നില്ല. पूरी कविता में कवि की व्यंजना पर ध्यान दीजिए. यहाँ कृष्ण के प्रति उमटे प्रेम को आंखों में अबीर पड़ने की स्थिति से वर्णित किए हैं. ഇവിടെ കൃഷ്ണനോടുള്ള തന്റെ സ്നേഹത്തെ എന്തുമായിട്ട്? കണ്ണിൽപ്പെട്ട അബീറിനെ ആയിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നു. पर जितनी सरलता से अबीर धुल जाता है. പക്ഷെ എത്ര എളുപ്പത്തിലാണ് എന്ത് പോയത്? അബീർ പോയത്. ഉത്തനി സരളദാസെ കൃഷ്ണ പ്രേമ നഹീം ദുൽ സക്ത. പക്ഷെ അത്രത്തോളം എളുപ്പത്തിൽ എത്ര കഴുകിയിട്ടും ആന്ത് പോകുന്നില്ല, കൃഷ്ണനോടുള്ള സ്നേഹം പോണില്ല. ആ കണ്ണിൽ വീണ കളറിന്റെ പൊടി കുറെ നേരം കഴുകിയപ്പോൾ അത് അങ്ങ് പോയി അബീർ. പക്ഷെ കൃഷ്ണനോടുള്ള അഹീറിനോടുള്ള സ്നേഹം മാത്രം എന്ത് ചെയ്യുന്നില്ല, എത്ര കഴുകിയിട്ടും പോകുന്നില്ല. न गोभी ऐसा चाहती है तो अपने सहेली की सौगंध खाकर उसे आश्वासन दिलाना चाहती है कि वह कृष्ण को निकाल नहीं पा रही है और न उसे उसका कोई उपाय सूझ रहा है. അതായത് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനെ അങ്ങ് കഴുകി കളയാൻ പറ്റുന്നതാണോ? ഇല്ല. അവർ എത്ര ശ്രമിച്ചാലും അവരുടെ ഉള്ളിലുള്ള ആ ദൈവത്തോടുള്ള സ്നേഹം, കണ്ണനോടുള്ള ഇഷ്ടം ഒരിക്കലും എന്ത് ചെയ്യില്ല, മാഞ്ഞ് പോകില്ല. കവിത്വ സെ അനുപ്രാസ് എമക് അലങ്കാർ കി ഉദാഹരൺ ചാണ്ടി. അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഏതൊക്കെയാണ് അലങ്കാരങ്ങൾ, ഏതൊക്കെയാണ് അനുപ്രാസം യമകവുമാണ്, അത് കണ്ടുപിടിക്കാനാണ്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അല്ലാതെ തരും. അപ്പൊ കവിതയെ പറ്റി അത്രയേ പറയാനുള്ളൂ. എന്തൊക്കെയാണ്? ഒരു ഗോപികയുടെ ചിന്തയായിരുന്നു. ഹോളി നടക്കുന്ന സമയത്ത് ഗോപികയുടെ കണ്ടിലെ പിക്ചറിൽ കാണാം എന്താണ്? പൊടി, ആ കളറിന്റെ പൊടി വീഴുന്നു. അവരതുകൊണ്ട് നെട്ടോട്ടം ഓടുകയാണ്. എന്ത് ചെയ്യും, എങ്ങനെ മാറ്റും എന്നൊക്കെ എത്ര ശ്രമിച്ചിട്ടും ചിന്തിച്ചിട്ടും കഴിയുന്നില്ല. അവരത് കഴുകി കളയാൻ നോക്കുന്നു. പക്ഷെ അവര് പറയുന്നു കഴുകിയപ്പോൾ എന്ത് പോകുന്നുണ്ട്? ആ കളർ കണ്ണിൽ നിന്ന് പോകുന്നെങ്കിൽ പോലും തന്റെ കണ്ണിൽ കുടികൊള്ളുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം എത്ര എന്ത് ചെയ്തിട്ടും മാഞ്ഞ് പോകുന്നില്ല എന്ന് പറയുന്നു. താൻ എന്ത് ചെയ്യുമെന്നാണ് അവര് ചിന്തിക്കുന്നത്. ഇനി നോക്കിക്കേ, പത്മാകറിന്റെ രചനയുടെ ഭാവ ശില്പ സൗന്ദര്യം. आपने पत्नागर के एक छंद का अध्ययन किया. इस छंद में भाग के अवसर पर प्रेम के प्रभाव की मार्मिक चित्रण मिलता है. कवि पत्नागर रीतिबद्ध काव्यधारा के പ്രതിഭാസമ്പന്ന കവി. ശ്രദ്ധിക്കണം, പത്മാകർ ഏതാണ്? രീതിബദ്ധാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ വായിച്ച ആര്? ഇതിപ്പോ പത്മാകർ ആണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കവി എന്തായിരുന്നു? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ അത് എടുത്ത് പറഞ്ഞതായിരുന്നു. രീതിബദ്ധാണ് ഇവിടെയെങ്കിൽ അവിടെ എന്തായിരുന്നു? രീതിസിദ്ധായിരുന്നു. വായിച്ചു നോക്കിക്കേ, കണ്ടേ? രീതിസിദ്ധ ബിഹാരി. ബിഹാരി രീതിസിദ്ധ കവിയും നമ്മുടെ പത്മാകർ രീതിബദ്ധ കവിയുമാണ്. അപ്പൊ രീതികാലത്തിൽ തന്നെ രണ്ടെണ്ണമുണ്ട്, രീതിസിദ്ധ്, രീതിബദ്ധ്. ഓക്കെ, അപ്പോ പത്മാകറിന്റെ കാവ്യ ശില്പ സൗന്ദര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കേ, कवि पत्नागर रीतिबद्ध काव्यधारा के प्रतिभासंपन्न कवि है. उनमें श्रृंगार रस की अभिव्यक्ति की अद्भुत प्रतिभा रही है. इसी कारण कवि पत्नागर रीतिकाल के श्रेष्ठ कवि कहा जाता है. എന്താണ് അദ്ദേഹത്തിന്റെ രചനയിൽ എന്താണ്? ശൃംഗാര രസത്തിന്റെ പ്രാധാന്യം കൂടുതലായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ രീതികാലത്തിലെ ശ്രേഷ്ഠ കവിയായിട്ട് കണക്കാക്കുന്നു. പത്മാകർ രീതികാൽ കെ അന്തിം ശ്രേഷ്ഠ കവി ഹെ. രീതികാലത്തിന്റെ അവസാനത്തോടടുത്ത് നിൽക്കുന്ന കവിയാണ് ആര്? പത്മാകർ എന്ന് പറയുന്നത്. रस निरूपण आचार्य कवि के रूप में उन्हें बहुत ख्याति मिलती है. सजीव मूर्त विधान करने वाली कल्पना द्वारा उन्हें प्रेम और सौंदर्य के मार्मिक चित्र प्रस्तुत किए हैं. वे उत्कृष्ट പ്രതിഭാസമ്പന്ന കവി ഹെ. അതൊന്നും നമുക്ക് വേണ്ട. പത്മാകർ എന്താണെന്ന് പഠിക്കുക. പത്മാകർ രീതിബദ്ധ കാവ്യധാരയിലെ കവിയാണ്. പിന്നെ എന്ത് പറയുന്നു? ശൃംഗാരസത്തിന്റെ അഭിവ്യക്തി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ രീതികാലത്തിലെ ശ്രേഷ്ഠ കവി എന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നെ പറഞ്ഞു പത്മാകർ രീതികാലത്തിലെ അവസാനത്തെ അന്തിम ശ്രേഷ്ഠ കവിയാണ്. പിന്നെ എന്താ പറയുന്നത്? पत्नागर के काव्य की सर्वोपरि विशेषता है दृश्य और शब्द योजना के द्वारा प्रकृति का चित्रण करते हुए ഋതു വർണ്ണന അവർ കൽപ്പനാക്കി ഉല്ലാസമായി ഉഠാൻ. അതായത് ഋതുക്കളെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞു എന്താണ്? വസന്തകാലത്തിൽ വസന്ത ഋതുവിൽ വരുന്ന ഏത് ഹോളിയെ പറ്റിയും അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അത്രയും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മള് രീതികാവ്യത്തിൽ പഠിച്ച രണ്ടുപേര് ബിഹാരിയും പിന്നെ ആരാണ്? പത്മാകറുമാണ്. രണ്ടുപേരുടെയും രചനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്ന പോലെ രീതികാൽ, ഇത് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ തന്നെ നമുക്ക് ബാക്കി അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റും. മെയിൻ പോയിന്റ്സ് ആണ്. രീതികാലം അന്ന് ഭക്തികാലമായിരുന്നു,
ഇന്ന് രീതികാലമാണ്. രീതികാലത്തിലെ രണ്ട് കവികൾ ബിഹാരിയും പത്മാകറുമാണ് രണ്ട് കവികൾ എന്ന് പറയുന്നത്. അപ്പം ഭാവഗതമായിട്ടുള്ള സവിശേഷത നോക്കാം ബിഹാരിയുടേത്, പത്മാകറിന്റെ ഭാവഗത വിശേഷതായും. എന്താണ് ബിഹാരിയുടേത്? ഭക്തിമേം അന്തരംഗത, നീതി के माध्यम से बुराइयों से उबरना, श्रृंगार का संयोग पक्ष, പ്രകൃതി കാ പ്രാചണ്ഡ രൂപം. പ്രകൃതിയുടെ പ്രാചണ്ഡ രൂപം നമ്മൾ എവിടെ കണ്ടു? ആ തപോവനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രകൃതിയെ പറ്റി കണ്ടു. അതുപോലെ ഇവിടെ എന്താണ്? ഋതു ഏവം ത്യോഹാർ കെ മാധ്യമ സെ പ്രേമ ശൃംഗാർ. ഋതുവിനെ പറ്റി വസന്ത ഋതു, ഹോളി എന്ന് പറയുന്ന ത്യോഹാർ, ഇതിനെ രണ്ടിലും വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ രചന നടത്തിയത്. പ്രേമമേം വിവശത. എന്തായിരുന്നു ഇവിടുത്തെ പ്രേമം? ഭഗവാൻ കൃഷ്ണനോടുള്ള തന്റെ ഗോപികയുടെ സ്നേഹമാണ് അല്ലെ. അടുത്ത നോക്കിയേ, ശില്പഗതി വിശേഷതായി. ഗാഗർമേം സാഗർ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എന്താണ് ബിഹാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗാഗർമേം സാഗർ, അതായത് ചെറിയ ഇതിൽ പോലും ആഴത്തിലുള്ള അർത്ഥം നമുക്ക് ബിഹാരിയുടെ രചനകളിൽ കാണാൻ കഴിയും. ബ്രജഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദോഹ ചന്താണ്, അനുപ്രാസ്, യമക്, അലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലാക്ഷണികത, മുഹാവരോങ്ക പ്രയോഗം, ചെറിയ രീതിയിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ പത്മാകറിന് ഭാഷ എന്ത് തന്നെയാണ്? ബ്രജഭാഷ. രണ്ടുപേർക്കും ബ്രജഭാഷ തന്നെയാണ്. കവിത്ത് ചന്ത്, ഇവിടെയാണെങ്കിൽ ദോഹയാണ് ചന്തമെങ്കിൽ ഇവിടെ ഏതാണ്? കവിത്താണ്. അനുപ്രാസ അലങ്കാരം ഉപയോഗിച്ചിട്ടുണ്ട്, ലാക്ഷണികതയുണ്ട്. അപ്പോ ഇതാണ് രീതികാലത്തിലെ നമ്മുടെ രണ്ട് കവികളായ ബിഹാരിയെയും പത്മാകറിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞത്. രണ്ടുപേരുടെയും ഭാഷ എന്തായിരുന്നു? ബ്രജഭാഷ തന്നെയായിരുന്നു. ഒരാള് രീതിബദ്ധാണെങ്കിൽ ഒരാള് രീതിസിദ്ധ കവിയാണ്. അത്രയായപ്പോ നമ്മുടെ പിന്നെതാ കവികളെ പറ്റി ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. कविवर बिहारी लाल रीतिकाल के सुप्रसिद्ध और चर्चित कवि है। उसकी विशेषता रही है कि वह श्रृंगार, भक्ति, नीति और प्रकृति संबंधी गहरी बातों से लेकर लोक व्यवहार संबंधी ज्ञान रखते हैं. ബിഹാരി എന്ന് പറയുന്നത് രീതികാലത്തിലെ സുപ്രസിദ്ധനായ കവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞതാണ് ശൃംഗാരം, ഭക്തി, നീതി, പ്രകൃതി സംബന്ധി ആയിട്ടുള്ള ആഴത്തിലുള്ള കാര്യങ്ങളെ ലോക് വ്യവഹാർ സംബന്ധി ഞാൻ രഖത്തെ. അതായത് നമ്മൾ ആദ്യം പാഠം പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ്? ഭഗവാനെ എത്ര വിളിക്കുന്നു എന്നിട്ടും ആര് വരുന്നില്ല? ഭഗവാൻ വരുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, താങ്കളും ഈ ലോകത്തിലുള്ള മനുഷ്യരെ പോലെ ഇവിടുത്തെ കാറ്റേറ്റ് താങ്കൾക്കും മാറ്റം സംഭവിച്ചോ എന്ന് അദ്ദേഹം ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. കവി ബിഹാരിനെ ബിഹാരി സത്സയിക്ക് രചനാക്കി. ബിഹാരിയുടെ രചന എന്താണ്? ബിഹാരി സത്സയി. അതിൽ നിന്നാണ് ഏത്? അതിനകത്ത് 700 ദോഹയുണ്ട്. എത്രന്ന് പറയുന്നത് 700ഓളം ദോഹകളുണ്ട്. ബിഹാരി സത്സയി എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ 700ഓളം ദോഹകളുണ്ട്. അതിൽ നിന്ന് കുറച്ച് 3-4 ദോഹകൾ മാത്രമേ നമ്മൾ ഇവിടെ ബിഹാരിയുടെ രചനയിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഓർക്കണം, രചന എന്താണ്? ബിഹാരി സത്സയി. ബിഹാരി രാധാവല്ലഭ സമ്പ്രദായക്ക് അനുയായി थे. ബിഹാരി ഏത് സമ്പ്രദായം? രാധാവല്ലഭ സമ്പ്രദായത്തിനകത്താണ് അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഇസ്മേം രാധാക്കോ അധിക മഹത്വതയായ, രാധയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രചനകളാണ് രാധാവല്ലഭ സമ്പ്രദായത്തിൽ ഉള്ളത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചെടുത്തൊക്കെ ആദ്യം പഠിച്ച പാഠത്തിലൊക്കെ നമ്മൾ അഷ്ടജാബ്, പുഷ്ടമാർഗ് എന്നൊക്കെ പറഞ്ഞു, പുഷ്ടിയ മാർഗം എന്നൊക്കെ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചോണം. ഇവിടെ രചന ബിഹാരി സത്സയി. അദ്ദേഹം ഏത് സമ്പ്രദായം? രാധാവല്ലഭ സമ്പ്രദായത്തിലെ പ്രധാന കവിയാണ്. അടുത്തത് പത്മാകർ. മഹാകവി പത്മാകർ രീതികാൽ കെ ശ്രേഷ്ഠ കവി മാനാ ജാത്ത ഹെ. എന്താണ്? രീതികാലത്തിലെ ശ്രേഷ്ഠ കവിയാണ്. എന്നാണ് ജനിച്ചത്? 1810 ബാന്ധായിലാണ് അദ്ദേഹം ജനിച്ചത്. തന്റെ എന്താണ് അദ്ദേഹത്തിന്റെ രചന പറയുന്നുണ്ട്. എന്താണ്? ഹിമ്മത് ബഹാദുർ സിംഹ് കെ ദർബാർ മേ രഹക്കർ. അതൊരു രാജാവാണ്. അവിടെ ബാന്തയിലെ ഹിമ്മത് ബഹാദുർ സിംഹിന്റെ കൊട്ടാരത്തിൽ താമസിച്ച് ഹിമ്മത് ബഹാദുർ ബിരുദാവലിക്ക് രചന എന്ന് പറയുന്ന ഒരു രചന അദ്ദേഹം ആ രാജാവിനെ പറ്റി നടത്തിയിട്ടുണ്ട്. ആ രാജാവിന്റെ പേര് തന്നെ തുടക്കത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ ബിഹാരിയുടെ രചനയിലും തുടക്കത്തിൽ ബിഹാരിയുടെ പേരുണ്ട്, ബിഹാരി സത്സയി. എന്താണ്? പത്മാകർ की प्रमुख रचनाएं है हिम्मत बहादुर विरुदावली, जगत विनोद, पद्माभरण, राम रसायन, गंगा लहरी आदि. माना जाता है कि कवि पद्माकर जीवन के अंतिम समय में कुष्ठ रोग से पीड़ित हो गए थे. അവസാനം കണക്കാക്കപ്പെടുന്നത് എന്താണ്? ജീവിതത്തിന്റെ അവസാന സമയമൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് എന്ത് രോഗം? കുഷ്ഠരോഗം പിടിപെട്ടതായിട്ടും ഗംഗാ തട് पर गंगा जल का निरंतर सेवन करने के उपरांत वे स्वस्थ होते चले गए. എന്താണ്? ഗംഗാ നദിയുടെ തീരത്ത് ഗംഗാജലം എന്ത് ചെയ്തു? നിരന്തരമായി സേവിച്ച് അദ്ദേഹം അതിൽ നിന്നൊക്കെ സ്വസ്ഥനായി പോയി എന്ന് പറയുന്നു. അഥ ഉനോനെ ഗംഗാ കി സ്തുതിമേം ഗംഗാ ലഹരി നാമക്ക് ഗ്രന്ഥിക്ക് രചനാക്കി. അങ്ങനെയാണ്
ഗംഗയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം എന്തെഴുതിയത്? ഗംഗാലഹരി എന്ന രചന നടത്തിയത്. അപ്പൊ ഗംഗാലഹരി എന്നുള്ള രചന നടത്തിയതിന്റെ കാരണം അദ്ദേഹത്തിന് ഏകദേശമൊക്കെ പ്രായമായപ്പോ കുഷ്ഠരോഗം പിടിപെട്ടുവെന്നും അപ്പൊ പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് വന്നിരുന്ന് ആ ജലത്തിലൊക്കെ സേവനയൊക്കെ നടത്തി അദ്ദേഹം എന്ത് ചെയ്തു? സ്വസ്ഥനായി എന്നാണ് പറയുന്നത്. अतः उन्होंने कानपुर में गंगा तट पर ही निवास स्थान बना लिया और 80 വർഷ की आयु में उनका देहांत हुआ. ഏകദേശം 80 വയസ്സായി. അപ്പൊ അവിടെ അടുത്തായിട്ടൊക്കെ തന്നെ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? താമസിച്ച് 80 വയസ്സ് ആയു എന്താണ് വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പം ഇതാണ് പത്മാകറിനെ കുറിച്ച് പറയാനുള്ളത്. പത്മാകർ എന്താണ്? രീതികാലത്തിലെ ശ്രേഷ്ഠ കവിയാണ്. 1810 ബാന്ധയിൽ ജനിച്ചു. അദ്ദേഹം എന്തായിരുന്നു? ഹിമ്മത് ബഹാദൂർ സിംഹിന്റെ ദർബാർ കൊട്ടാരത്തിൽ താമസിച്ച് ഹിമ്മത് ബഹാദൂർ വിരുദാവലി എന്ന രചന നടത്തി എന്ന് പറഞ്ഞു. പിന്നെ വേറെ അദ്ദേഹത്തിന്റെ കുറച്ച് രചനകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിമ്മത് ബഹാദൂർ വിരുദാവലി, ജഗത് വിനോദ്, പത്മാഭരണ്, രാം രസായൻ, ഗംഗാലഹരി. അതിൽ ഗംഗാലഹരി എഴുതാനുണ്ടായ കാരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഏകദേശമൊക്കെ കുറച്ച് അവസാനമായപ്പോൾ കുഷ്ഠരോഗം പിടിപെട്ടുവെന്നും ഗംഗാതടത്തിൽ വന്ന് സ്നാനമൊക്കെ ചെയ്താണ് അദ്ദേഹത്തിന്റെ അസുഖത്തിന് മാറ്റം വന്നതെന്നും പിന്നെ അതിന്റെ സ്തുതിച്ചുകൊണ്ടാണ് ഗംഗാലഹരി എഴുതിയതെന്നും 80 വയസ്സായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നും പറയപ്പെടുന്നു. അപ്പം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലല്ലോ, നമുക്കുള്ള തേർഡ് ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? തീർന്നിട്ടുണ്ട്. തേർഡ് ചാപ്റ്റർ ആരെ പറ്റിയായിരുന്നു? രീതികാലത്തിലെ കവികളെ പറ്റിയായിരുന്നു നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചത്. രീതികാലത്തിലെ പ്രധാനപ്പെട്ട 2 കവികൾ ആരൊക്കെയായിരുന്നു? ബിഹാരിയും പത്മാകറും ആയിരുന്നു. അപ്പോൾ ദോഹ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമ്മറി നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിന്റെ അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. മറക്കു പോകരുത്. ഒരാൾ രീതിസിദ്ധ കവിയും ഒരാൾ രീതിബദ്ധ കവിയും ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നന്ദി.